വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഭാരതീയ ന്യായ സംഹിത പുതിയ ലോ ആണ്. IPC റീപ്ലേസ് ചെയ്ത് വന്നതാണ്. അപ്പൊ IPC റീപ്ലേസ് ചെയ്ത് വന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതണം നിങ്ങൾ? BNS ആണ്, ഭാരതീയ ന്യായ സംഹിതയാണെന്ന് എഴുതണം. അപ്പോൾ എത്ര സെക്ഷൻസ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് MCQs ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. പുതിയ ലോയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായാലും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. അപ്പൊ IPC നമ്മുടെ ഒരു കോർ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്ത് വന്ന പുതിയ നിയമം BNSൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്തത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് കുറച്ച് MCQs ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് ഇൻ BNS 2023? 2023 ആണ് കേട്ടോ ആക്ട്. അത് ഓർക്കുക, കാരണം 2023 ആക്ട് വന്നത്. എന്നാ പ്രസിഡന്റ് അസെന്റ് കൊടുത്തത്? 25th December 2023. അതൊക്കെ ഓർക്കുക. December 25th 2023 പ്രസിഡന്റ് അസെന്റ് കൊടുത്തത്. പക്ഷെ ഇത് എന്നാ കെയിം ഇൻ ടു ഫോഴ്സ് ആയത്, എന്നാ പ്രാബല്യത്തിൽ വന്നത്? July 1st 2024. ഇതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും തെറ്റിക്കാണ്ട് എഴുതേണ്ട ആൻസറുകളാണ്. കറക്റ്റ് ആക്കണം കേട്ടോ. അപ്പൊ July 1st 2024 ആണ് കെയിം ഇൻ ടു ഫോഴ്സ് ആയത്. കെയിം ഇൻ ടു ഫോഴ്സ് പ്രാബല്യത്തിലായത്. പ്രസിഡന്റ് അസെന്റ് കൊടുത്ത ദിവസം ഏതാ? പ്രസിഡന്റ് അസെന്റ് കൊടുത്തത് 25th December 2023 ആണ്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. BNS 2023 എത്ര സെക്ഷൻസ് ഉണ്ട്? IPC റീപ്ലേസ് ചെയ്തു വന്ന നിയമത്തിൽ എത്ര സെക്ഷൻസ് ആണുള്ളത്? 354, 511, 356, 358 ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഈ 511 IPCയിലുള്ള സെക്ഷൻസാ. IPCയിലുള്ള സെക്ഷൻസ് 511 സെക്ഷൻസ് ആണ് ഉള്ളത്. പുതിയ നിയമത്തിൽ വന്നപ്പോൾ 358 സെക്ഷൻസ്. ഇതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. 358 സെക്ഷൻസ് ആണ് BNS 2023 ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. വിച്ച് അമോങ് ദ ഫോളോയിങ് ഒഫൻസ് ഹാസ് ബീൻ ഡിലീറ്റഡ് ഫ്രം IPC? ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും ഏത് ഒഫൻസ് ആണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? ഓപ്ഷനിൽ എന്നാ ചോദിച്ചേക്കണത്? ക്രിമിനൽ ഫോഴ്സ്, ഓർഗനൈസ്ഡ് ക്രൈം, സെഡീഷൻ, ക്രൂവലിറ്റി. ഇങ്ങനെ 4 തന്നിട്ടുണ്ട് ഓപ്ഷൻ. അപ്പൊ എത്ര ഒഫൻസ് ഡിലീറ്റ് ചെയ്തു, റിപ്പീൽ ചെയ്ത് കളഞ്ഞത്? 19 ആണ് റിപ്പീൽ ചെയ്ത് കളഞ്ഞത്. 19 കേട്ടോ. 19 സെക്ഷൻസ് റിപ്പീൽ ചെയ്ത് കളഞ്ഞു. 19 സെക്ഷൻസ് ആണ് റിപ്പീൽ ചെയ്ത് കളഞ്ഞത്. അതൊന്ന് ഓർത്തോ. 19 റിപ്പീൽ ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ 20 ന്യൂ ഒഫൻസസ് ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ഇതും കൂടി പഠിക്കുക. 19 സെക്ഷൻസ് ആണ് IPCയിൽ നിന്നും റിപ്പീൽ ചെയ്ത് കളഞ്ഞത്. ആൻഡ് ഓൾസോ 20 ന്യൂ ഒഫൻസസ് ആണ് ആഡ് ചെയ്തത്. ഇനി അപ്പൊ ഇതിൽ ഏതെങ്കിലും വരുന്നുണ്ടോ? ഈ 19 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്രിമിനൽ ഫോഴ്സ് ഇത് ഇപ്പോഴും ഉണ്ട്, IPCയിലും ഉണ്ട്, BNSലും ഉണ്ട്. ഓർഗനൈസ്ഡ് ക്രൈം, ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്ന ഒരു ഒഫൻസ് പുതിയതായിട്ട് ആഡ് ചെയ്ത്, അതായത് ഈ 20 ന്യൂ ഒഫൻസസിൽ വരുന്ന ഒരു ഒഫൻസ് ആണ് ഓർഗനൈസ്ഡ് ക്രൈം. BNSൽ IPCയിൽ ഇല്ലായിരുന്നു. അപ്പൊ ഓർഗനൈസ്ഡ് ക്രൈം ഏതിൽ ആഡ് ചെയ്തേക്കുന്നത്? സെക്ഷൻ 111. അത് ഓർത്തോ. BNSന്റെ സെക്ഷൻ 111 ഓർഗനൈസ്ഡ് ക്രൈം. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ കുറെ കാര്യം പഠിച്ചു പോകണം. ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത് സെക്ഷൻ ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ പഠിക്കണം. അപ്പോൾ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത് ഏതാ? സെക്ഷൻ 111 BNSലാ പറയുന്നത്. എന്താ ഈ ഓർഗനൈസ്ഡ് ക്രൈം? പുതിയ ഒരെണ്ണം ആഡ് ചെയ്യുക. ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂയിങ് ആയിട്ട് ഏതെങ്കിലും അൺലോഫുൾ ആക്ടിവിറ്റി ചെയ്യണം. കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ചെയ്യണം, നിരന്തരം ചെയ്യണം ഒരു അൺലോഫുൾ ആക്ടിവിറ്റി. എന്ത് അൺലോഫുൾ ആക്ടിവിറ്റി? കുറെ എണ്ണം പറയുന്നുണ്ട് അതില്. കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ എക്സ്റ്റോഷൻ. എന്താ കിഡ്നാപ്പിംഗ്, എന്താ എക്സ്റ്റോഷൻ എന്നൊക്കെ IPCയുടെ ക്ലാസ് കണ്ടതല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് അറിയാം. കണ്ടിട്ടില്ല എങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ കിഡ്നാപ്പിംഗ്, എക്സ്റ്റോഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ വെഹിക്കിൾ തെഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺട്രാക്ട് കില്ലിങ് ചെയ്യുന്നു, അതല്ല എങ്കിൽ നമ്മൾ ലാൻഡ് ഗ്രാബ് ചെയ്തെടുക്കുന്നു, അതല്ല എങ്കിൽ വരുന്ന മറ്റു ഒഫൻസ് ആണ് സൈബർ ഒഫൻസസ്, സൈബർ ക്രൈമുകളൊക്കെ. അതല്ല എങ്കിൽ ഹ്യൂമൻ ട്രാഫിക്, മനുഷ്യക്കടത്ത്. എന്തിനു വേണ്ടിയിട്ട്? റാൻസം, പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ട് പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പ്രവർത്തികൾക്കൊക്കെ വേണ്ടി ഹ്യൂമനെ ട്രാഫിക്കിംഗ് ചെയ്ത് കടത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരും? ഈ പറയുന്ന ഓർഗനൈസ്ഡ് ക്രൈമിന്റെ അണ്ടറിൽ വരും. അതായത് സെക്ഷൻ 111 ഓർഗനൈസ്ഡ് ക്രൈമിന്റെ അണ്ടറിൽ വരും. ഓർഗനൈസ്ഡ് ക്രൈം ഇങ്ങനെ അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കണം, ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലൊക്കെ. അതോടൊപ്പം തന്നെ അത് എന്തായിരിക്കണം? കണ്ടിന്യൂ ചെയ്തായിരിക്കണം. അത് എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? അത് എത്ര പേര് കൂടി ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിട്ടോ ചെയ്യാം. അതായത് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ ജോയിന്റ്ലി ആയിട്ടോ ചെയ്യുന്നതായിരിക്കണം. അത് ചെയ്യുന്ന സമയത്ത് അവർ വയലൻസ് ഉപയോഗിച്ചിരിക്കണം.
വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ എന്തെങ്കിലും അവിടെ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിരിക്കണം, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു ത്രെട്ട് അവരിൽ ഉണ്ടാക്കിയിരിക്കണം. അതായത് ആ വ്യക്തികളിൽ ഇപ്പൊ വയലൻസ് ഉണ്ടാകും എന്നുള്ള ഒരു ത്രെട്ടില്ലേ, ഒരു പേടി, അത് ഉണ്ടാക്കിയിരിക്കണം. ഒന്നുമില്ലെങ്കിൽ വയലൻസ് ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു ത്രെട്ട് അവരിൽ വയലൻസിന്റെ ഒരു ത്രെട്ട് ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഇന്റിമിഡേഷൻ, അവരെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊയേഷൻ, ഒരു ഭീഷണി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഏതെങ്കിലും അൺലോഫുൾ ആയിട്ടുള്ള മീൻസ് വഴിയായിട്ട്, അൺലോഫുൾ ആയിട്ടുള്ള മീൻസ് വഴികളിലൂടെ ആയിരിക്കണം നമ്മൾ ഈ പറയുന്ന അൺലോഫുൾ ആക്ടിവിറ്റി കണ്ടിന്യൂയിങ് ആയിട്ട് ചെയ്തത്. അങ്ങനെയാണ് എങ്കിൽ അത് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ പരിധിയിൽ വരും. പിന്നെ ഈ ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വ്യക്തി മരിച്ചു പോയെന്ന് വെച്ചോ, നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്തത് വഴിയായിട്ട്, ഒരു വ്യക്തി അത് ചെയ്തത് വഴിയായിട്ട്, ഒഫൻസ് ചെയ്ത വഴിയായിട്ട് ഒരു വ്യക്തിയുടെ ഡെത്തിൽ ചെന്ന് അവസാനിച്ചാൽ അവിടെ പണിഷ്മെന്റ് ഡെത്തോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസൺമെന്റ്, ജീവപര്യന്തമോ, ഒന്നുമില്ല ഡെത്ത് കിട്ടാം, അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസൺമെന്റ് കിട്ടാം, അതല്ലെങ്കിൽ എന്താ കിട്ടുന്നത് 10 lakh ഫൈനും ഉണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ അല്ല, അതോടൊപ്പം തന്നെ 10 lakh rupees ഫൈനും ഉണ്ട്. ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസൺമെന്റ്, പിന്നെ 10 ലക്ഷം രൂപ ഫൈൻ. മിനിമം ആണ് കേട്ടോ, മിനിമം. അതായത് നോട്ട് ലെസ് ദാൻ 10 lakh rupees ആണ്. അതായത് മിനിമം 10 ലക്ഷം രൂപയെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഫൈൻ കിട്ടും. അപ്പൊ ഡെത്ത് കിട്ടാം, അല്ലെങ്കിൽ വധശിക്ഷ, അല്ലെങ്കിൽ ജീവപര്യന്തം, പിന്നെ എത്ര രൂപയും കൂടി ഫൈൻ കിട്ടാം. മിനിമം 10 ലക്ഷം രൂപ ഫൈനും കിട്ടുന്ന ഒരു കുറ്റമാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. ചെയ്യുന്നത് വഴിയായി ഒരു വ്യക്തി മരിച്ചുപോയ, ഒരു വ്യക്തിയുടെ ഡെത്തിന് സംഭവിച്ചാൽ, ഇനിയിപ്പോ ആരും മരിച്ചില്ല, ഈ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ഈ പറഞ്ഞത് ഏതെങ്കിലും ചെയ്ത വഴിയായിട്ട് ഒരാൾ മരിച്ചിട്ടില്ല എങ്കിലോ അവിടെ മിനിമം 5 year ഇംപ്രസൺമെന്റ് ആണ് കിട്ടുന്നത്. 5 years ഇംപ്രസൺമെന്റ്, മിനിമം 5 വർഷമെങ്കിലും ഇംപ്രസൺമെന്റ് കിട്ടും. അത് എത്ര വരെ നീളാം? ലൈഫ് ഇംപ്രസൺമെന്റ്, ജീവപര്യന്തം വരെ നീട്ടാം. മിനിമം 5 വർഷം ഇംപ്രസൺമെന്റ്, അത് മരിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ ആള്, അപ്പൊ ലൈഫ് ഇംപ്രസൺമെന്റ് വരെയും കിട്ടാം. 5 വർഷം ഇംപ്രസൺമെന്റ് മുതൽ ലൈഫ് ഇംപ്രസൺമെന്റ് വരെയും കിട്ടാം. പിന്നെ അവിടെ ഫൈൻ വരുന്നത് മിനിമം 5 ലക്ഷം രൂപയാണ്. മിനിമം 5 lakh rupees കിട്ടാം. ആള് മരിച്ചു പോയാൽ എത്ര കിട്ടും? മിനിമം 10 ലക്ഷം രൂപ ഫൈൻ കൊടുക്കേണ്ടി വരുന്നത്. മരിച്ചു പോയിട്ടില്ല എങ്കിൽ മിനിമം 5 ലക്ഷം രൂപ ഫൈനും 5 വർഷം ഇംപ്രസൺമെന്റ്, തടവ് മുതൽ ലൈഫ് ഇംപ്രസൺമെന്റ് വരെയും കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഒപ്പം ഒരു പുതിയ വേറൊരു ഒഫൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. എന്ത് ഈ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം? ഇത് ഏത് സെക്ഷനിൽ ആഡ് ചെയ്ത്? പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം 112 കേട്ടോ. BNSന്റെ സെക്ഷൻ 112 പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം വന്നിട്ടുള്ളത്. പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ അതായത് ഒരു വ്യക്തി ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ജോയിൻ ആയിട്ടുള്ള രീതിയിലോ, അതായത് ഒരു ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ അവർ ജോയിന്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ ഒക്കെ അവർ എന്ത് ചെയ്യുകയാണ്? ഒരു തെഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ഗ്യാങ്ങിലെ ഒരു മെമ്പറോ അല്ലെങ്കിൽ അവർ ഗ്യാങ് ആയിട്ടോ ചെയ്യുകയാണ്, ഒരു തെഫ്റ്റ് ആണ് ചെയ്യുന്നത്. ആ തെഫ്റ്റ് ചെയ്യുന്നത്, തെഫ്റ്റ് അല്ലെങ്കിൽ അവര് ഒരു സ്നാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചുപറിയാണ് സ്നാച്ചിങ്. അപ്പൊ സ്നാച്ചിങ് ഏത് സെക്ഷനിലാണ് പറയുന്നത് അത് നമുക്ക് നോക്കാട്ടോ അടുത്ത്. അപ്പൊ സ്നാച്ചിങ് എന്താ പറയുന്നത്? സ്നാച്ചിങ്, തെഫ്റ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഓഫൻസ് ചെയ്യാണ്. അതല്ല എങ്കിൽ ചീറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ടിക്കറ്റുകൾ വിൽക്കുക. ഓതറൈസ്ഡ് ആയിട്ട് വിൽക്കുന്നതല്ല, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ടിക്കറ്റുകൾ എന്തെങ്കിലും സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ഗാംബ്ലിങ്, ചൂതാട്ടം, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ബെറ്റിങ്ങോ ഇങ്ങനെയുള്ള ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷനിലെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെല്ല് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ക്രിമിനൽ ആക്ടുകൾ ഈ പറയുന്ന പരിധിയിൽ വരുന്നതാണെങ്കിൽ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമിന്റെ അണ്ടറിൽ വരും, സെക്ഷൻ 112. ആ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പണിഷ്മെന്റ് വരുന്നത് മിനിമം 1 വർഷമാണ് ഇംപ്രസൺമെന്റ് വരുന്നത്. മിനിമം 1 വർഷം തടവ് ശിക്ഷയാണ് അവിടെ ഈ ഒരു പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമിന് കിട്ടുന്നത്. മാക്സിമം എത്രയാ? 7 വർഷം ഇംപ്രസൺമെന്റ് വരെയും കിട്ടാം. മിനിമം 1 year തൊട്ട് 7 years വരെ ഇംപ്രസൺമെന്റ് കിട്ടാവുന്ന പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം 112 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പുതിയത് ആഡ് ചെയ്തത്, അത് കഴിഞ്ഞു. ഓർഗനൈസ്ഡ് ക്രൈമും പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമും പുതിയതായിട്ട് ആഡ് ചെയ്ത എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി സെഡീഷൻ ഏതിലാണ് ഉണ്ടായിരുന്നേ? IPCയിലുണ്ട്. 124A പറയുന്നത്. സെഡീഷൻ പറയുന്ന സെക്ഷൻ ആണ്. സെക്ഷൻ 124A സെഡീഷനെ കുറിച്ച് IPCയിൽ പറയുന്നത്. എന്തായിരുന്നു? രാജ്യദ്രോഹ കുറ്റങ്ങളിൽ വരുന്നതാണ് സെഡീഷൻ എന്ന് പറയുന്ന ഒഫൻസിന് അണ്ടറിൽ നമ്മൾ പറയുന്നത്. സെക്ഷൻ 124A ആയിരുന്നു. 124A കേട്ടോ. ഇതിപ്പോ ഇല്ല, എടുത്തു കളഞ്ഞു. സെക്ഷൻ 124 ആണ്. അപ്പൊ ഇതിലേതാ കറക്റ്റ് ആൻസർ? സെക്ഷൻ 124 ആണ് IPCയിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒഫൻസ്. ക്രൂവലിറ്റി ഉണ്ട് കേട്ടോ. ക്രൂവലിറ്റി IPCയിലും ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിലും ഉണ്ട്. ഓക്കെ, സെഡീഷൻ 124A എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ഇതിന് പകരം ഏത് സെക്ഷനാ ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചാലോ, അപ്പൊ അതിൽ 124A ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാർക്ക് ചെയ്യണം. ഇനി
ഈ സെഡീഷൻ അപ്പൊ രാജ്ദ്രോഹ കുറ്റം ഇപ്പൊ ഇല്ലേ? ഉണ്ട്. സെഡീഷന് പകരമായിട്ട് ഒരു പുതിയൊരു ചാപ്റ്റർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് 113 ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ടെററിസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെററിസ്റ്റ് ആയിട്ടുള്ള എന്ത് പ്രവർത്തികൾ, ഇപ്പൊ നമ്മൾ കള്ളനാണയങ്ങൾ വിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ വന്നാലും ടെററിസ്റ്റ് ആക്ടിന്റെ അണ്ടറിൽ സെക്ഷൻ 113 അണ്ടറിൽ കുറെ ഒഫൻസസ് പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. എന്നാലും സെക്ഷൻ 113 അണ്ടറിൽ ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊണ്ടുവന്നു. അപ്പൊ സെക്ഷൻ 113 എന്താണ് BNS പറയുന്നതെന്ന് ചോദിച്ചാൽ എന്തെഴുതും? ടെററിസ്റ്റ് ആക്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ നമ്മൾ എന്തോരം പഠിച്ചു? കുറെ ക്വസ്റ്റ്യൻസിന്റെ വേറെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇതിന്റെയൊക്കെ ഓരോന്നിനെയും വെച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്ത് നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ആൻസർ പറയണം. ഇഫ് ദ ഓർഗനൈസ്ഡ് ക്രൈം റിസൾട്ട് ഇൻ ദി ഡെത്ത് ഓഫ് എനി പേഴ്സൺ. ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ സെക്ഷൻ പറഞ്ഞു. ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്നത് വഴിയായിട്ട് ഒരു പേഴ്സന്റെ ഡെത്തിൽ റിസൾട്ട് ചെയ്യുക, കാരണമാകുകയാണെങ്കിൽ മാക്സിമം പണിഷ്മെന്റ് എത്രയാണെന്ന് പറഞ്ഞേ? ലൈഫ് ഇംപ്രസ്മെന്റ് ആണോ, ഡെത്ത് പെനാൽറ്റി ആണോ, കമ്മ്യൂണിറ്റി സർവീസ് ആണോ, ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് ആണോ? ഏതാ കറക്റ്റ് ആൻസർ? ഡെത്ത് പെനാൽറ്റി ആണ്. പറഞ്ഞില്ലേ നമ്മൾ ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്നത് വഴിയായിട്ട്. എന്താ ഓർഗനൈസ്ഡ് ക്രൈം? അൺലോഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു ഒഫൻസ് നമ്മൾ ചെയ്യുന്നു. ആ ഒഫൻസ് ചെയ്യുന്നത് ഏതൊക്കെയായിരിക്കും? എന്തെങ്കിലും ഒരു ഈ കോൺട്രാക്ട് കില്ലിങ്ങോ അല്ലെങ്കിൽ തെഫ്റ്റോ എക്സ്റ്റോർഷനോ കിഡ്നാപ്പിങ്ങോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലോ ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ അൺലോഫുൾ ആയിട്ടുള്ള കണ്ടിന്യൂയിങ് ഒഫൻസ് ആയിരിക്കും ചെയ്യുന്നത്. അതൊരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ ഒരു പേഴ്സണോ ഒക്കെ ആയിരിക്കാം ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് അവരൊരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ത്രെട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇന്റിമിഡേഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ അവരോട് ഒരു വയലൻസ് ഉപയോഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഭീഷണി ഉപയോഗിച്ചിട്ടുണ്ടാകാം. അതല്ല എങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ഇല്ല എങ്കിൽ അവർക്ക് അതുവഴിയായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, അതായത് ഇപ്പൊ മനുഷ്യക്കടത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ആളെ കടത്തുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്നൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കാണ് ഈ പറയുന്ന നമ്മൾ ഒരു ത്രെട്ടോ ഇങ്ങനെയൊക്കെ അത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വയലൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന തരത്തിൽ ഏതെങ്കിലും ഒഫൻസ് കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഈ ഒരു അൺലോഫുൾ ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് എന്തായി വരും? അത് ഓർഗനൈസ്ഡ് ക്രൈം ആണ്. അത് ഒരു പേഴ്സണ് ഡെത്തിൽ ചെന്നെത്തിയാൽ എന്തോരും എന്നാ ഞാൻ പറഞ്ഞത്? ഡെത്ത് പെനാൽറ്റി ആണ് മാക്സിമം ആയിട്ടുള്ള പണിഷ്മെന്റ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഡെത്ത് പെനാൽറ്റി. ഡെത്ത് പെനാൽറ്റി കറക്റ്റ് ആൻസർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കമ്മ്യൂണിറ്റി സർവീസോ? കമ്മ്യൂണിറ്റി സർവീസ് എന്താ? നമ്മൾ എത്ര ടൈപ്പ് ഓഫ് പണിഷ്മെന്റുകൾ IPC പഠിച്ചത്? IPC എവിടെയാണ് പണിഷ്മെന്റ് പഠിക്കുന്നത്? IPC 5 ടൈപ്സ് ഓഫ് പണിഷ്മെന്റ് ആണ് നമ്മൾ സെക്ഷൻ 53 പഠിക്കുന്നത്. 5 ടൈപ്പ് ഓഫ് പണിഷ്മെന്റുകൾ ഏതൊക്കെയാ? ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു പണിഷ്മെന്റിന്റെ. അപ്പൊ പണിഷ്മെന്റ് ക്ലാസ് ഏതൊക്കെയായിരുന്നു? ഒഫൻസസ് ഏതൊക്കെയാണ് പണിഷ്മെന്റുകൾ വരുന്നത്? 1 ഡെത്ത് പെനാൽറ്റി വരാം, അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസൺമെന്റ് വരാം. 3 ഇംപ്രസൺമെന്റ് തന്നെ എന്തായിട്ട് തരംതിരിക്കാം? 2 ആയിട്ട് തരംതിരിക്കാം. റിഗറസും ഉണ്ട്, പിന്നെ സിമ്പിൾ ഇംപ്രസൺമെന്റും ഉണ്ട്. പിന്നെ 4മത്തെ എന്താ? ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ആണ്. ദെൻ 5 ഫൈൻ. ഇങ്ങനെ 5 എണ്ണമാണ് നമ്മൾ പഠിച്ചത് IPC സെക്ഷൻ 53. ഇനിയിപ്പോ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരെണ്ണം കൂടി, 6മത് ഒരെണ്ണം കൂടി ചേർത്തു. അതിനെയാണ് ഈ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്. എന്താ ഈ കമ്മ്യൂണിറ്റി സർവീസ്? മാൻഡേറ്ററി ആയിട്ടുള്ള രീതിയിൽ സൊസൈറ്റിക്ക് വേണ്ടി സർവീസ് ചെയ്യണം. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് പാർക്ക് ക്ലീൻ ചെയ്യാനാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ജയിൽ ക്ലീൻ ആക്കാനാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിറ്റി സർവീസ് സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു വൃത്തിയാക്കാനോ ക്ലീൻ ആക്കാനോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന പണിഷ്മെന്റ് ആണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അഡൽട്ടിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് IPC അണ്ടറിൽ BNS അണ്ടറിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്താണ്. IPC ഇല്ലായിരുന്നു കേട്ടോ, BNS പുതിയതായിട്ട് കൂട്ടിച്ചേർത്ത പണിഷ്മെന്റ് ആണ് കമ്മ്യൂണിറ്റി സർവീസ്. ഇതാണോ ഇതിന് കൊടുക്കുന്ന ഓർഗനൈസ്ഡ് ക്രൈമിന് മാക്സിമം കിട്ടുന്ന പണിഷ്മെന്റ്? അല്ല, അത് ഡെത്ത് പെനാൽറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സെക്ഷൻ ഓഫ് ദി BNS 2023 ഡിഫൈൻസ് കമ്മ്യൂണിറ്റി സർവീസ്? കമ്മ്യൂണിറ്റി സർവീസിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന സെക്ഷൻ 53 IPC പണിഷ്മെന്റ് പറയുന്ന സെക്ഷനാണ്. ദെൻ സെക്ഷൻ 4 BNS പണിഷ്മെന്റുകൾ, അതായത് 6 തരത്തിലുള്ള പണിഷ്മെന്റ്സ് പറയുന്നത്. IPC 53 5 തരത്തിലുള്ള പണിഷ്മെന്റ് പറയണതെങ്കിൽ ഇവിടെ IPC കഴിഞ്ഞിട്ട് റീപ്ലേസ് ചെയ്ത് വന്ന BNS എന്ന നിയമത്തില് എത്രയാ? സെക്ഷൻ 4 6 തരത്തിലുള്ള പണിഷ്മെന്റുകൾ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 6 പണിഷ്മെന്റുകൾ എന്ന് പറയുന്നത് 6മത് വന്നത് ഏതാ? കമ്മ്യൂണിറ്റി സർവീസ് ആണ്. റെമ്യൂണറേഷൻ ഇല്ല, പൈസ ഇല്ലാതെ ഈ പറയുന്ന സോഷ്യൽ സർവീസ് ചെയ്യാനായിട്ട് മാൻഡേറ്ററി ആയിട്ട് പറയുന്നു ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായി. ഇനി സെക്ഷൻ 6 നോട്ട് ഡിഫൈൻഡ്. ഇതിൽ ഏതിലാ പറയുന്നതെന്നാ ചോദിച്ചേക്കുന്നത്? കമ്മ്യൂണിറ്റി സർവീസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിറ്റി സർവീസ് എന്താണ്? ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞില്ല ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി സർവീസ്. അതെന്താണെന്ന് BNS ഡിഫൈൻ ചെയ്തിട്ടേ ഇല്ല കേട്ടോ.
ഈ സെക്ഷൻസ് ഒന്നും എഴുതരുത്. സെക്ഷൻ 4ലും പലതരത്തിലുള്ള പണിഷ്മെന്റുകൾ പറയുന്നുണ്ട്, അതിൽ 6ാമത് കമ്മ്യൂണിറ്റി സർവീസ് പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്തിട്ടേ ഇല്ല BNS. നോട്ട് ഡിഫൈൻഡ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നത് ഹു ഹെഡഡ് ദി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഹോം അഫയേഴ്സ് which submitted its report on new criminal bills. അതായത് 3 ക്രിമിനൽ ബിൽസുകളും ഇല്ലേ, ആ 3 പുതിയ ക്രിമിനൽ ബില്ലുകളും അവതരിപ്പിച്ച സമയത്ത് അതിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഹെഡ് ചെയ്തിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ ഹെഡഡ് ആയിരുന്ന വ്യക്തി ആരായിരുന്നു എന്നാ ചോദിച്ചിട്ടുള്ളത്. ഡോക്ടർ രമേശ് പൊക്രിയാൽ നിഷാങ്ക് ആണോ, മിസ്റ്റർ ബ്രിജ്ലാൽ ആണോ, ശ്രീ രാവ് ഇന്ദ്രജിത് സിംഗ് ആണോ, ശ്രീ ഫഗൻ സിംഗ് ആണോ, ഇതിൽ ആരാണെന്നാ ചോദിച്ചേക്കുന്നത്. കറക്റ്റ് ആൻസർ ബ്രിജ്ലാൽ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ മിസ്റ്റർ ബ്രിജ്ലാല്. BJPയുടെ MP ആയിരുന്ന ബ്രിജ്ലാൽ ആയിരുന്നു ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഹെഡ് ചെയ്തിട്ടുള്ള വ്യക്തി ഈ ഒരു ബില്ല് അവതരിപ്പിച്ച സമയത്ത്. എന്നാ ബില്ല് ലോകസഭയിൽ എന്നാ ബില്ല് അവതരിപ്പിച്ചത്? ഈ 3 ബില്ലുകളും 2023 ഓഗസ്റ്റ് 11. അതൊന്ന് ഓർത്തേക്ക. ഓഗസ്റ്റ് 11, 2023 ഈ 3 ബില്ലുകളും IPCയെ റീപ്ലേസ് ചെയ്യാനും ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്യാനും CRPCനെ റീപ്ലേസ് ചെയ്യാനുള്ള 3 ബില്ലുകൾ. ഏതൊക്കെ? IPCനെ റീപ്ലേസ് ചെയ്യാൻ BNS, ഇത് BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. CRPC റീപ്ലേസ് ചെയ്യാൻ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്യാൻ BSA ഭാരതീയ സാക്ഷി അധിനിയം. BSA ഭാരതീയ സാക്ഷി അധിനിയം. ഇങ്ങനെ 3 ബില്ലുകൾ അവതരിപ്പിച്ചത് എന്നായിരുന്നു ഡേറ്റ് ലോകസഭയിൽ? ഓഗസ്റ്റ് 11, 2023. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഹെഡ് ചെയ്തിരുന്ന വ്യക്തി. അപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിന്റെ റിപ്പോർട്ട് എക്സാമിൻ ചെയ്തപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഹെഡ് ചെയ്തിട്ടുള്ള വ്യക്തി ആരായിരുന്നു? മിസ്റ്റർ ബ്രിജ്ലാൽ ആയിരുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് വിച്ച് സെക്ഷൻ അണ്ടർ BNS 2023 BNS 2023 അണ്ടറിൽ ആഡ് ചെയ്തത് the word transgender to its definition under gender. ജെൻഡർ എന്ന് പറയുന്ന ഡെഫിനിഷൻ അണ്ടറിൽ ട്രാൻസ്ജെൻഡറും കൂടി ആഡ് ചെയ്ത ഡെഫിനിഷനിൽ വന്നത് ഏത് സെക്ഷനിലാണ് BNS എന്നാ ചോദിച്ചേക്കുന്നത്? 2 clause 3 ആണോ, 2 clause 14 ആണോ, 2 clause 35 ആണോ, 2 clause 10 ആണോ എന്നാ ചോദിച്ചേക്കുന്നത്. ഈ 2 clause 3 BNS ആഡ് ചെയ്തത് ചൈൽഡിന്റെ ഡെഫിനിഷൻ ആണ്. 2 clause 3 ആഡ് ചെയ്തത് ചൈൽഡിന്റെ ഡെഫിനിഷനിലാണ് ആഡ് ചെയ്തത്. ചൈൽഡിന്റെ ഡെഫിനിഷനാണ് ആഡ് ചെയ്തത്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ പറയുന്നത് എനി പേഴ്സൺ ബിലോ 80 years of age. 18 വയസ്സിൽ താഴെയുള്ള എനി പേഴ്സണെയും ചൈൽഡ് എന്ന് പറയാം എന്നാണ് സെക്ഷൻ 2 clause 3 ചൈൽഡിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ന്യൂലി ആഡഡ് ഡെഫിനിഷൻ, പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. IPCയിൽ ഇല്ലാട്ടോ, BNS ആഡ് ചെയ്തതാണ്. സെക്ഷൻ 2 clause 3 ചൈൽഡിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എനി പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 years of age ആണ് ചൈൽഡ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി 2 clause 14 പറയുന്നത് ഇഞ്ചുറി ആണ്. ഇത് ഓൾറെഡി IPCയിൽ ഉണ്ടായിരുന്നു. സെയിം ഡെഫിനിഷൻ തന്നെയാണ്. ഇഞ്ചുറി IPCയിൽ ഏത് സെക്ഷൻ ആയിരുന്നു? സെക്ഷൻ 44 ചോദിക്കാറുണ്ടായിരുന്നു IPCയിൽ. സെക്ഷൻ 44 ആണ് ഇഞ്ചുറി. ഇഞ്ചുറി ഇപ്പോൾ സെക്ഷൻ 2 clause 14 BNS ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇഞ്ചുറി എന്ന് പറയുന്നത്? ഇഞ്ചുറി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബോഡിക്കോ അല്ലെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്കോ, ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ, നമ്മുടെ ക്യാരക്ടറിനോ ഇഞ്ചുറി സംഭവിക്കുന്ന, അതായത് ഇല്ലീഗലി ആയിട്ടുള്ള ആക്ട്, ഇല്ലീഗലി ആയിട്ട് നമ്മുടെ ബോഡിക്കോ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനോ മൈൻഡിനോ പ്രോപ്പർട്ടിക്കോ ഒക്കെ ആക്ട് ചെയ്യുന്ന ഒരു ഹാം, എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള രീതിയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഹാം കോസ് ചെയ്യുന്നു. അത് ബോഡിക്കാവാം, പ്രോപ്പർട്ടിക്കാവാം, മൈൻഡിനാവാം, ദെൻ റെപ്യൂട്ടേഷൻ ആവാം. അതിനെയാണ് പറയുന്നത് ഇഞ്ചുറി. സെക്ഷൻ 44 ആയിരുന്നു IPC, ഇപ്പൊ 2 clause 49. ഇനി സെക്ഷൻ 2 clause 35 ആണോ സെക്ഷൻ 2 clause 10 ആണോ എന്ന് വെച്ചേക്കണേ. സെക്ഷൻ 2 clause 10 ആണ് പുതിയ ജെൻഡർ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ അവിടെ ആഡ് ചെയ്തത്. സെക്ഷൻ 2 clause 10 ജെൻഡർ എന്ന് പറയുന്ന പുതിയ സെക്ഷൻ ആണ് ആഡ് ചെയ്താണ്. IPCയിൽ ഇല്ലായിരുന്നു. ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ ആകാം, ഫീമെയിൽ ആകാം, ഓർ ട്രാൻസ്ജെൻഡർ ആവാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ജെൻഡറിന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത ആ ഒരു സെക്ഷൻ ഏതാ, ഡിഫൈൻ ചെയ്തിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2 clause 10 ആണ് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ ചൈൽഡിന്റെ ഡെഫിനിഷൻ പഠിച്ചു, ഇഞ്ചുറിയുടെ പഠിച്ചു, ഇഞ്ചുറിയുടെ IPCയിൽ ഏതാണെന്ന് നോക്കി. 2 clause 10 ആണ് പുതിയതായിട്ട് ജെൻഡർ ആഡ് ചെയ്തത്. ജെൻഡർ എന്ന് പറയുമ്പോഴേക്കും മെയിൽ ആവാം, ഫീമെയിൽ ആവാം, ട്രാൻസ്ജെൻഡർ ആകാം. അപ്പൊ ഈ രീതിയിലായിരിക്കും BNSൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. കൂടുതൽ സെക്ഷൻസ് വെച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ BNSന്റെ പാർട്ടും IPCയും കമ്പയർ ചെയ്ത് MCQs ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.